വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് ടോപ്പിക്കുകളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുക. ഒന്ന് ഫോർമാറ്റിംഗ്, ദെൻ സെക്കൻഡ് വൺ ഈസ് പാർട്ടീഷനിങ്. നമ്മളൊരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് മെയിനായിട്ട് 3 പ്രൊസീജിയേഴ്സ് അതിന് മുമ്പ് വരുന്നുണ്ട്. അതിലൊന്ന് ലോ ലെവൽ ഫോർമാറ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് പാർട്ടീഷനിങ്, ദെൻ തേർഡ് വൺ ഈസ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഈ 3 പ്രൊസീജിയേഴ്സാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ ഫോർമാറ്റിംഗ് 2 ടൈപ്പാണ്, ലോ ലെവൽ ഫോർമാറ്റിങ്ങും ഹൈ ലെവൽ ഫോർമാറ്റിങ്ങും. ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത് മാനുഫാക്ചറർ തന്നെയാണ്, ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറർ തന്നെയാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുക. ദെൻ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത് യൂസറാണ്. സാധാരണ നമ്മൾ പെൻഡ്രൈവ് ഒക്കെ ഫോർമാറ്റ് ചെയ്യാറുണ്ട് അല്ലേ, അപ്പോൾ അത് നമ്മൾ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുക. ഇതുകൂടാതെ പാർട്ടീഷനിങ് ഉണ്ട്, പാർട്ടീഷനിങ് ചെയ്യുന്നതും യൂസർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ഓൾറെഡി പറഞ്ഞു, ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത് കമ്പനിയിൽ നിന്ന് തന്നെയാണ്, അതായത് മാനുഫാക്ചറർ തന്നെയാണ് ലോ ലെവൽ ഫോർമാറ്റ് ചെയ്യുക. സോ ഡ്യൂറിങ് എ ലോ ലെവൽ ഫോർമാറ്റ് ദി ട്രാക്സ് ആർ ഡിവൈഡഡ് ഇൻടു എ സ്പെസിഫിക് നമ്പർ ഓഫ് സെക്ടേഴ്സ്, ക്രിയേറ്റിംഗ് ദി ഇന്റർസെക്ടർ ആൻഡ് ഇന്റർട്രാക്ക് ഗ്യാപ്സ് ആൻഡ് റെക്കോർഡിംഗ് ദി സെക്ടർ ഹെഡർ ആൻഡ് ട്രെയിലർ ഇൻഫർമേഷൻ. സാധാരണ ലോ ലെവൽ ഫോർമാറ്റിംഗിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ട്രാക്കുകളുണ്ട്. ഈ ഹാർഡ് ഡിസ്കിൻ്റെ ട്രാക്കുകളെ വീണ്ടും ഡിവൈഡ് ചെയ്ത് സെക്ടേഴ്സ് ആക്കും. ദാറ്റ് മീൻസ് ഹാർഡ് ഡിസ്കിൻ്റെ ട്രാക്ക് അല്ലെങ്കിൽ സെക്ടറുകളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് ലോ ലെവൽ ഫോർമാറ്റിംഗ്. അപ്പോൾ ഇവിടെ ഇന്റർസെക്ടർ ആൻഡ് ഇന്റർട്രാക്ക് ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സെക്ടറുകളുടെയും ഹെഡർ ആൻഡ് ട്രെയിലർ ഇൻഫർമേഷൻ, ആ സെക്ടറുകളെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓരോ സെക്ടറിൻ്റെയും. അതിനെയാണ് സെക്ടർ ഹെഡർ ആൻഡ് ട്രെയിലർ ഇൻഫർമേഷൻ എന്ന് പറയുക. So the sectors data areas are filled with a dummy byte value or a pattern of test values. ഈ സെക്ടറുകളിൽ ചില ഡമ്മി വാല്യൂസും കൂടെ റൈറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ ഹാർഡ് ഡിസ്ക് ദി നമ്പർ ഓഫ് സെക്ടേഴ്സ് പെർ ട്രാക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡ്രൈവ് ആൻഡ് ദി കൺട്രോളർ ഇന്റർഫേസ്. വിർച്വലി ഓൾ ATA ഡ്രൈവ്സ് യൂസ് എ ടെക്നിക് കോൾഡ് സോൺഡ് ബിറ്റ് റെക്കോർഡിംഗ്. സോ നമ്മുടെ ഹാർഡ് ഡിസ്കുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെത്തേഡാണ് സോൺഡ് ബിറ്റ് റെക്കോർഡിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കുകളിൽ സോൺഡ് ബിറ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. സോൺഡ് ബിറ്റ് റെക്കോർഡിങ്ങിൻ്റെ പ്രത്യേകത, നമ്മുടെ ഈ ട്രാക്കുകളെ നമ്മൾ സെക്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഔട്ടർ ട്രാക്കുകളിൽ കൂടുതൽ സെക്ടേഴ്സ് വരും, ഇന്നർ ട്രാക്കുകളിൽ സെക്ടേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പം നമുക്കൊരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ, സോ ഇത് സോൺഡ് ബിറ്റ് റെക്കോർഡിങ്ങിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്, സോൺഡ് ബിറ്റ് റെക്കോർഡിംഗ്. ഇപ്പം നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ പ്ലാറ്റർ സർഫസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഹാർഡ് ഡിസ്കിൻ്റെ പ്ലാറ്റർ സർഫസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഔട്ടർ ട്രാക്കുകളുടെ ഏരിയ കൂടുതലായിരിക്കും അല്ലേ. ഇന്നർ ട്രാക്കിലേക്ക് വരുന്നതോറും ട്രാക്കുകളുടെ ഏരിയ കുറഞ്ഞു വരും, കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഏരിയ കുറഞ്ഞാണ് വരിക. അപ്പോൾ ഈ ഔട്ടർ ട്രാക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സ്പേസ് അവൈലബിൾ ആണ്, ഇന്നർ ട്രാക്കിൽ സ്പേസ് കുറവാണ്. അപ്പോൾ ഈ സ്പേസ് കൂടിയ ഔട്ടർ ട്രാക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്ടറുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഔട്ടർ ട്രാക്കാണ്, ട്രാക്ക് 0. അവിടെ നമുക്ക് 36 സെക്ടേഴ്സ് പെർ ട്രാക്ക്, 36 സെക്ടറാണ് നമുക്കിവിടെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുക ട്രാക്കിനെ. അതേസമയം നമ്മൾ ഇന്നറിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും ഇന്നർ ട്രാക്കിൽ നമ്മൾ 18 സെക്ടേഴ്സ് പെർ ട്രാക്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് സോൺഡ് ബിറ്റ് റെക്കോർഡിംഗ് എന്ന് പറയുക. നമ്മൾ ഈ ട്രാക്കുകളെ അല്ലെങ്കിൽ ഈ സിലിണ്ടറിനെ നമ്മൾ ഓരോ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക, ഔട്ടർ സോണുകളിൽ കൂടുതൽ സെക്ടേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, ഇന്നർ ട്രാക്കിൽ സെക്ടറുകളുടെ എണ്ണം കുറവായിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്പീഡും കൂടുതലായിരിക്കും ഔട്ടർ ട്രാക്കുകളിൽ. കൂടുതൽ ഡാറ്റ നമ്മൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. ഇന്നർ ട്രാക്കിലേക്ക് വരുമ്പോൾ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ടൈം കുറവായിരിക്കും, കാരണം സെക്ടറുകളുടെ എണ്ണം അവിടെ കുറവാണ്. ഇതിനെയാണ് സോൺഡ് ബിറ്റ് റെക്കോർഡിംഗ് എന്ന് പറയുക. സോ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് പാർട്ടീഷനിങ് എന്ന് പറയുക. അപ്പോൾ ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറർ ലോ ലെവൽ ഫോർമാറ്റ് ചെയ്തിട്ടാണ് ഹാർഡ് ഡിസ്ക് നമ്മുടെ കയ്യിൽ കിട്ടുക. ദെൻ നമ്മുടെ കയ്യിൽ ഹാർഡ് ഡിസ്ക് കിട്ടിയാലുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർട്ടീഷനിങ് ആണ്. പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസിനെ നമ്മൾ പല പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഹാർഡ് ഡിസ്കിനെ ഫുള്ളായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുക, അതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ഓഡിറ്റോറിയം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു 3 ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ്, വലിയൊരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു 3 ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്
ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഈ 3 ക്ലാസ്സും നടക്കുമ്പോൾ ഉള്ള ഈ സൗണ്ടും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും. അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ ഓഡിറ്റോറിയത്തിനെ നമുക്ക് 3 ക്ലാസ്സുകളായിട്ട് പാർട്ടീഷൻ ചെയ്യാം. 3 ക്ലാസ് ഒന്നിച്ചൊരു ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോഴാണുള്ള പ്രോബ്ലം വരുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓഡിറ്റോറിയത്തിനെ നമ്മൾ 3 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 പാർട്ടീഷൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒരു ക്ലാസ്സിലെ സൗണ്ടും കാര്യങ്ങളും ഒന്നും വേറൊരു ക്ലാസ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ 3 പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ ഓഡിറ്റോറിയം ഡിവൈഡ് ചെയ്ത ശേഷം അവിടെ ക്ലാസ് എടുക്കുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, 3 ക്ലാസ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ കണ്ടക്ട് ചെയ്യും. ഇവർ തമ്മിലുള്ള സൗണ്ട് പ്രോബ്ലമോ സൗണ്ട് മിക്സിങ്ങോ ഇൻ്റർഫിയറൻസോ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ് ഡിസ്കിൻ്റെ ആ സ്പേസ് നമ്മൾ ഒന്നിച്ചല്ല യൂസ് ചെയ്യുക. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്പേസിനെ നമ്മൾ ഇൻഡിവിജ്വൽ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, ഓരോ പാർട്ടീഷനിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോർ ദാൻ 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്കിപ്പം വിൻഡോസും ലിനക്സും നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ടീഷനിൽ നിങ്ങൾക്ക് വിൻഡോസ് യൂസ് ചെയ്യാം, വേറൊരു പാർട്ടീഷനിൽ നിങ്ങൾക്ക് ലിനക്സ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ പാർട്ടീഷനിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുക, ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രൈവ് കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു സി ഡ്രൈവ് കാണും, അതുപോലെ തന്നെ ഡി ഡ്രൈവ്, ഇ ഡ്രൈവ്, എഫ് ഡ്രൈവ്, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡ്രൈവുകളെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ സി ഡ്രൈവിനെ നമ്മൾ പറയുന്ന പേര് പ്രൈമറി പാർട്ടീഷൻ എന്ന് പറയും. പ്രൈമറി പാർട്ടീഷനിലാണ് സാധാരണ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉള്ള കേസുകളിൽ നമ്മൾ പ്രൈമറി പാർട്ടീഷൻ അല്ലെങ്കിൽ സിയിലായിരിക്കും OS ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള പാർട്ടീഷനെ നമ്മൾ എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ എന്ന് പറയും. അപ്പോൾ പ്രൈമറി പാർട്ടീഷന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ. എക്സ്റ്റെൻഡഡ് പാർട്ടീഷനെ നമ്മൾ വീണ്ടും ലോജിക്കൽ ഡ്രൈവ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ലോജിക്കൽ ഡ്രൈവ് ആണ് നമ്മൾ സാധാരണ ഡി ഡ്രൈവ് അല്ലെങ്കിൽ ഇ ഡ്രൈവ്, എഫ് ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് ലോജിക്കൽ ഡ്രൈവുകളാണ്. സോ ഇതാണ് പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ ആദ്യകാലത്തൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുമായിരുന്നു. ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ടൈമിലൊക്കെ നമ്മൾ എഫ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എഫ് ഡിസ്ക് ഒന്നും നമ്മളധികം യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ ഗ്രാഫിക്കലായിട്ട് തന്നെ പാർട്ടീഷൻ ചെയ്യാൻ നമുക്ക് പോസിബിൾ ആണ്. നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക് മാനേജർ കയറിയിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഡിസ്ക് പാർട്ടൊക്കെ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കേസുകളിൽ പാർട്ടീഷനിങ് ഒന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു MBR എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ന് പറയും. മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഫസ്റ്റ് ഫിസിക്കൽ സെക്ടർ ഓഫ് ദി ഹാർഡ് ഡിസ്ക്. ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഫസ്റ്റ് സെക്ടർ, ഒന്നാമത്തെ സെക്ടറിൽ വരുന്നത് MBR ആയിരിക്കും. സാധാരണ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനായിട്ട് MBRലാണ് ആദ്യം പോയി ചെക്ക് ചെയ്യുന്നത്. ഒരു ഡിസ്കിൻ്റെ ആദ്യത്തെ സെക്ടർ, അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ സിലിണ്ടർ 0, ഹെഡ് 0, സെക്ടർ 1. സിലിണ്ടർ 0 എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാക്ക് 0യിൽ ഹെഡ് 0യിൽ സെക്ടർ 1 എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും ഈ MBR പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ മാസ്റ്റർ ബൂട്ട് റെക്കോർഡിൽ പോയിട്ട് ചെക്ക് ചെയ്യും, നമ്മുടെ ബയോസ് പോയി ചെക്ക് ചെയ്യും OS അല്ലെങ്കിൽ ബൂട്ടബിൾ ആയിട്ടുള്ള ഫയൽ പ്രസൻ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡ്രൈവിലാണോ OS ഇരിക്കുന്നത് അങ്ങോട്ട് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ബൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്കുകളിൽ ആദ്യത്തെ സെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസ്റ്റർ ബൂട്ട് റെക്കോർഡായിരിക്കും അവിടെ പ്ലേസ് ചെയ്തിരിക്കുക. സോ അത് പാർട്ടീഷൻ്റെ സമയത്താണ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ so creating a partition on a hard disk drive enables it to support separate file systems, each in its own partition. Each file system can then use its own method to allocate file space in logical units called clusters or allocation unit. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാർട്ടീഷനിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഡ്രൈവിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അതിനെ ഓർഗനൈസ് ചെയ്യണം. ആ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്.
എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അതിൻ്റേതായ ഫയൽ സിസ്റ്റം കാണും. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിൽ ഡാറ്റ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക, എങ്ങനെയാണ് അലൈൻ ചെയ്യുക എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഫയൽ സിസ്റ്റമാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിനകത്തുള്ള ഡാറ്റയുടെ ഒരു മാപ്പിംഗ് ആണ് ഈ ഫയൽ സിസ്റ്റത്തിൽ വരിക, അല്ലെങ്കിൽ ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ ഈ ഫയൽ അലോക്കേഷൻ ടേബിൾ ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഫാറ്റ് എന്ന് പറയും ഫയൽ അലോക്കേഷൻ ടേബിൾ. അപ്പം നമുക്ക് കുറച്ച് ഫയൽ സിസ്റ്റം നമുക്ക് ഫെമിലിയറൈസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. ഫാറ്റ് എന്ന് പറയുന്നൊരു ഫയൽ സിസ്റ്റം ഉണ്ട്. ഫാറ്റിൻ്റെ ഫുൾ ഫോമാണ് ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയും. പിന്നെ FAT 32 എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റം ഉണ്ട്. ദെൻ NTFS എന്ന് പറയുന്ന ഫയൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിഫറെൻറ്റ് ഫയൽ സിസ്റ്റംസ് നമുക്ക് ഓരോ ഡ്രൈവിലും യൂസ് ചെയ്യാൻ പറ്റും പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഫയൽ സിസ്റ്റം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ല. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രൈവിലെ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അലൈൻ ചെയ്യുന്നത്, അതാണ് ശരിക്കും ഫയൽ സിസ്റ്റം എന്നുകൊണ്ട് മീൻ ചെയ്യുക. സോ ഈ ഫാറ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റം, ഇതെല്ലാം നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫാറ്റ് അല്ലെങ്കിൽ NTFS കൺവെൻഷണൽ ആയിട്ട് ആദ്യകാലത്തൊക്കെ വന്നുകൊണ്ടിരുന്ന FAT 16 ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ദി സ്റ്റാൻഡേർഡ് ഫയൽ സിസ്റ്റം സപ്പോർട്ട് ബൈ ഡോസ് ആൻഡ് വിൻഡോസ്. FAT പാർട്ടീഷൻ സപ്പോർട്ട് ഫയൽ നെയിംസ് ഓഫ് 11 ക്യാരക്ടേഴ്സ് maximum under DOS and 255 characters under Windows 9 series. That means Windows 98 ഒക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസാണ് പറയുന്നത്. The standard FAT file system uses 12 or 16-bit numbers to identify clusters, resulting in a maximum volume size of 2 GB. ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് ആണ്. നിങ്ങളുടെ ഡിസ്ക് ഡ്രൈവിൽ നിങ്ങളുടെ ഫയലൊക്കെ സേവ് ചെയ്യുന്നത് മോർ ദാൻ 1 ക്ലസ്റ്റേഴ്സിലായിരിക്കും. ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 സെക്ടേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ക്ലസ്റ്റർ വരിക. അപ്പോൾ ഒരു ഫയൽ നമ്മൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അത് മോർ ദാൻ 1 സെക്ടറുകളിലാകാം അല്ലെങ്കിൽ ക്ലസ്റ്ററുകളിലാകാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഏതൊക്കെ ക്ലസ്റ്ററിലാണ് ഈ ഫയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാപ്പ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റ ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രോപ്പറായിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡാറ്റയുടെ ഒരു മാപ്പിംഗ് ആണ് ആക്ച്വലി ഇത് ഏതൊക്കെ ക്ലസ്റ്ററിലാണ് ഈ ഫയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള മാപ്പിംഗ് ആണ് ഫയൽ അലോക്കേഷൻ ടേബിളിൽ വരിക. ഫയൽ അലോക്കേഷൻ ടേബിൾ വെച്ചിട്ടാണ് ഡാറ്റ റീഡ് ചെയ്തെടുക്കുന്നതും റൈറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാറ്റ് ആദ്യകാലത്ത് വന്നിരുന്ന FAT 16 ഒക്കെയാണ് ഡോസ് വിൻഡോസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് നമുക്ക് മാക്സിമം 2 GB വരെയൊക്കെയായിരുന്നു ഹാർഡ് ഡിസ്കിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 2 GB വരെയുള്ള ഹാർഡ് ഡിസ്കിനെയൊക്കെ ഈ കൺവെൻഷണൽ ഫാറ്റ് സിസ്റ്റം സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പം നമുക്ക് 2 GB എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 2 GB പോലും പെൻഡ്രൈവുകൾ പോലും 2 GB ഇല്ല. പിന്നീട് FAT 32 എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റം വന്നു. ഫയൽ അലോക്കേഷൻ ടേബിൾ 32 ബിറ്റാണ് വരിക. FAT 32 uses 32-bit numbers to identify clusters, resulting in a maximum single volume size of 2 TB. 2 TB വരെയുള്ള ഹാർഡ് ഡിസ്കുകളെ FAT 32 സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റം കൂടിയാണ് FAT 32. ദെൻ NTFS എന്ന് പറഞ്ഞാൽ വിൻഡോസ് NT ഫയൽ സിസ്റ്റം എന്നാണ് പറയുക. വിൻഡോസ് NT ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ വന്ന ടൈം തൊട്ടാണ് NTFS എന്ന് പറയുന്ന ടൈപ്പ് ഫയൽ സിസ്റ്റം വരിക. NT സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ടെക്നോളജി എന്നാണ്. ഇപ്പോഴത്തെ നമ്മുടെ വിൻഡോസ് 7ൻ്റെ ഒക്കെ ഒരു പ്രീവിയസ് വേർഷൻ ആയിരുന്നു വിൻഡോസ് NT എന്ന് പറയുക. നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിൻഡോസ് XP ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ആക്ച്വലി വിൻഡോസ് NT കാറ്റഗറി വരുന്നത്. ദി നേറ്റീവ് ഫയൽ സിസ്റ്റം ഫോർ വിൻഡോസ് NT ആൻഡ് ലേറ്റർ വിച്ച് സപ്പോർട്ട്സ് ഫയൽ നെയിംസ് അപ് ടു 256 ക്യാരക്ടേഴ്സ് ലോങ് ആൻഡ് പാർട്ടീഷൻസ് അപ് ടു 16 exabyte. NTFS also provide extended attributes and file system security features that do not exist in the FAT file system. അപ്പോൾ NTFSന് അതിൻ്റേതായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നത് 16 exabyte വരെയുള്ള ഹാർഡ് ഡിസ്കുകളെ സപ്പോർട്ട് ചെയ്യും. എക്സാബൈറ്റ് എന്ന് പറഞ്ഞാൽ ടെറാബൈറ്റിന് ശേഷം വരുന്നത് പീക്കോബൈറ്റ് ആണ്, അതായത് PB, അതിന് ശേഷം എക്സാബൈറ്റ് വരും. ഓക്കെ, അപ്പോൾ അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്കുകളെ NTFS ഫയൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
സോ ഇത്രയാണ് മെയിനായിട്ടും ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനിങ്ങിൽ വരിക. ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യാനായിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമാൻഡാണ് എഫ് ഡിസ്ക് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുക. ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഡ്യൂറിംഗ് ദി ഹൈ ലെവൽ ഫോർമാറ്റ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ്സ് ദി സ്ട്രക്ചേഴ്സ് നെസസറി ഫോർ മാനേജിങ് ഫയൽസ് ആൻഡ് ഡാറ്റ ഓൺ ദി ഡിസ്ക്. അപ്പോൾ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ യൂസർ ചെയ്യാറുള്ള ഫോർമാറ്റിംഗ്. അപ്പം നിങ്ങളുടെ പെൻഡ്രൈവുകളൊക്കെ നിങ്ങൾ ഫോർമാറ്റ് ചെയ്യാറുണ്ട്, അതെല്ലാം ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ആണ്. ഈ ഹൈ ലെവൽ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണോ അതിൻ്റെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിന് കറസ്പോണ്ടിങ് ഒരു സ്ട്രക്ചർ അവിടെ അലൈൻ ചെയ്യുകയാണ് ചെയ്യുക ആ ഡിസ്ക് ഡ്രൈവിൽ. ഫോർ എക്സാമ്പിൾ, ഫാറ്റ് പാർട്ടീഷൻസ് ഹാവ് എ വോളിയം ബൂട്ട് സെക്ടർ, 2 copies of a file allocation table and a root directory on each formatted logical drive. അപ്പോൾ നമ്മളൊരു ഡ്രൈവിനെ, ഇപ്പോൾ ഒരു ഡി ഡ്രൈവ് നമ്മൾ ഫോർമാറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അവിടെ ഒരു VBS വോളിയം ബൂട്ട് സെക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ VBR എന്ന് പറയും, വോളിയം ബൂട്ട് റെക്കോർഡ് എന്ന് പറയും. വോളിയം ബൂട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആ ലോജിക്കൽ ഡ്രൈവിനെ കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് VBR അല്ലെങ്കിൽ VBS എന്ന് പറയുക. അപ്പം ഡി ഡ്രൈവിൻ്റെ VBRനകത്ത് ആ ഡി ഡ്രൈവിനകത്ത് എന്തൊക്കെ ഡാറ്റ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ VBRനകത്ത് കാണും. നമ്മൾ ഇതിനു മുമ്പ് MBR എന്ന് പറയുന്നൊരു ടൈം പഠിച്ചു. MBR എന്ന് പറയുന്നത് മാസ്റ്റർ ബൂട്ട് റെക്കോർഡാണ്. അത് ഹാർഡ് ഡിസ്കിൻ്റെ ഫസ്റ്റ് സെക്ടറിലാണ് വരിക, അതിൽ ബൂട്ടിംഗ് ഇൻഫർമേഷനാണ് വരിക. പക്ഷേ VBRനകത്ത് വരുന്നത് ആ ഡ്രൈവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് VBRനകത്ത് വരിക. ഇതുകൂടാതെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ വരും? 2 copies ഓഫ് എ ഫയൽ അലോക്കേഷൻ ടേബിൾ. ഫയൽ അലോക്കേഷൻ ടേബിളിൻ്റെ ഒരു 2 കോപ്പിയും ആ ഡ്രൈവിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ ലോജിക്കൽ ഡ്രൈവിനകത്ത്. ഈ ഫയൽ അലോക്കേഷൻ ടേബിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ റിക്കവറി പോലുള്ള പ്രൊസീജിയേഴ്സ് അതൊക്കെ ചെയ്യുന്നത്. ഫയൽ അലോക്കേഷൻ ടേബിളിലുള്ള ഡാറ്റയൊക്കെ എടുത്തിട്ടാണ്. ഓക്കെ. ദെൻ അതിൻ്റെ റൂട്ട് ഡയറക്ടറി ഓൺ ഈച്ച് ഫോർമാറ്റഡ് ലോജിക്കൽ ഡ്രൈവ്. നമ്മുടെ ആ ലോജിക്കൽ ഡ്രൈവിന് ഒരു റൂട്ട് ഡയറക്ടറി കാണും. ഇപ്പോൾ എക്സാമ്പിൾ D ഫുൾ കോളം എന്നൊക്കെ പറയുന്ന പോലെ ഒരു റൂട്ട് ഡയറക്ടറി അവിടെ പ്രസൻ്റ് ആയിരിക്കും. സോ ദീസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇനേബിൾ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു മാനേജ് ദി സ്പേസ് ഓൺ ദി ഡിസ്ക്, കീപ് ട്രാക്ക് ഓഫ് ഫയൽസ് ആൻഡ് ഈവൻ മാനേജ് ഡിഫക്റ്റീവ് ഏരിയാസ് സോ ദേ ഡു നോട്ട് കോസ് പ്രോബ്ലംസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ശരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത്, ഹൈ ലെവൽ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത്. ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരിക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സ്പേസ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഫയലുകളുടെ ട്രാക്കിങ്, നേരത്തെ പറഞ്ഞ ആൾ തന്നെ എന്താണ്, എവിടെയൊക്കെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക, ഏത് ക്ലസ്റ്ററുകളിലാണ് ഫയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ഏരിയാസ് ഉണ്ട്, നമ്മളതിനെ ബാഡ് ക്ലസ്റ്റർ എന്ന് പറയും. ഡാമേജ് ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ കാണും, അതിനെയൊക്കെ മാർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ഈസ് നോട്ട് റിയലി എ ഫിസിക്കൽ ഫോർമാറ്റിംഗ് ഓഫ് ദി ഡ്രൈവ്, ബട്ട് റാദർ ദി ക്രിയേഷൻ ഓഫ് എ ടേബിൾ ഓഫ് കണ്ടൻസ് ഫോർ ദി ഡിസ്ക്. ഈ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ഫിസിക്കലായിട്ടൊന്നും ആ ഡ്രൈവ് ചെയ്യുന്നില്ല. ഫിസിക്കലായിട്ട് ചെയ്യുന്ന ആരാണ്? ലോ ലെവൽ ഫോർമാറ്റിംഗ് ആണ് ചെയ്യുക. ഓക്കെ. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് ആൻഡ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. താങ്ക് യു.